1.5 hours ഡ്രൈവ് ആണ് ഈ ഒരു സിറ്റിയിലേക്ക്. ഈ സിറ്റി ഏറ്റവും കൂടുതൽ ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ, മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ ഇവിടെ ഡൈനോസേഴ്സ് താമസിച്ചിരുന്നു. അതിൻ്റെ ഫോസിൽസ് ഒക്കെ ഈ ഒരു പ്ലേസിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അവിടെ ഒരു വലിയൊരു അടിപൊളിയൊരു മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പം അത് എക്സ്പ്ലോർ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു കുഞ്ഞു സിറ്റിയിലുണ്ട്. പിന്നെ ഹൂഡൂസ് ഉണ്ട്. ഹൂഡൂസ് കണ്ടിട്ടില്ലാത്തവർക്ക് വന്ന് ഹൂഡൂസ് കാണാം. അപ്പം നമ്മളൊരു കുഞ്ഞു ഹൈക്കൊക്കെ ചെയ്തു. പിന്നെ കുറേ കാക്ടസ്, സ്പൈഡേഴ്സ്, സ്നേക്ക്, ഈ വക എല്ലാ സാധനങ്ങളും ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിലുണ്ട്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് കെയർഫുള്ളായിട്ടിരിക്കണം. നമ്മൾ ഈ ഒരു ഹൈക്കൊക്കെ ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ പോയത് ഡ്രംഹെല്ലർ സിറ്റിയിലേക്കാണ്. അപ്പം സിറ്റിയിൽ വേൾഡ്സ് ലാർജസ്റ്റ് ഡൈനോസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഡൈനോസർ ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ്ട് ഒരു 100 something സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സ് ഒക്കെ കയറി നമ്മൾ മേളിലെത്തി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഡൈനോസറിൻ്റെ വലിയ വായാണ്. അപ്പോൾ ആ ഒരു വലിയ വായ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നേരെ ആ ഒരു സിറ്റിയുടെ വ്യൂ ആണ് കാണിക്കുന്നത്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളതാണ്. കൂടുതൽ നമ്മൾ കണ്ടത് പിള്ളേരെ തന്നെയാണ്. ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തു. ഇന്നത്തെ ട്രിപ്പ് അത്രേ ഉള്ളൂ ഗായ്സ്. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പം ടാറ്റാ.